നമസ്കാരം ഫ്രണ്ട്സ്, നമസ്കാരം ബേബിശ്രീ. ഇന്ന് നമുക്ക് അഴിക്കേണ്ടത് ഫ്രണ്ട് പാഡും ആക്സൽ ബെയറിങ്ങോടുകൂടിയുള്ള ഭാഗങ്ങളായാണ്. ഇതിന് നല്ലൊരു സൗണ്ടോടുകൂടിയാണ് വന്നിരിക്കുന്നത്. ആദ്യം തന്നെ എടുത്തിരിക്കുന്നു അലങ്കി 6mm അലങ്കി എടുത്തിട്ട് ഈ ബോൾട്ടുകളുടെ ജസ്റ്റ് ആ ഗ്ലൂ ഒന്ന് പൊട്ടിച്ചു വിടേണ്ടതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ മെഷീൻ വെക്കാറില്ല. അലങ്കി വെച്ചിട്ടൊന്ന് ജസ്റ്റ് പൊട്ടിച്ചിട്ട് മാത്രമേ ചെയ്യാറുള്ളൂ. കാരണം അതിൻ്റെ ഹെഡ് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഓൾറെഡി ഒരു ഹെഡ് കളഞ്ഞാണ് വന്നിരിക്കുന്നത് ഒരു അലങ്കി ബോൾട്ടിൻ്റെ. ബാക്കിയുള്ള സമയലാഭത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഗണ്ണ് നമുക്ക് ഉപയോഗിക്കാം. നല്ലൊരു ടൈം ഇല്ലെങ്കിൽ പാഴായി പോവും. ആ ഒരു ബോൾട്ട് അലങ്കിയോ അല്ലെങ്കിൽ ഗണ്ണോ മറ്റോ ഒന്നും തന്നെ പിടിക്കുന്നില്ല. അതഴിക്കാനായിട്ട് നമുക്ക് 12 ലോങ് ഫ്ലവർ ബോക്സ്, ഫ്ലവർ ടൈപ്പാണ് അത് നമുക്ക് ഉപയോഗിച്ചിട്ട്, ഇത് ഞാൻ കുറച്ച് നാളായിട്ട് ഉപയോഗിക്കണോണ്ടിട്ട് അത് അടി കൊണ്ട് ചതഞ്ഞിട്ടുണ്ട്, ക്ഷമിക്കുക. ഇതേപോലെ തട്ടിയെടുത്തിട്ട് നമുക്കതിലൊരു ആക്സിലെടുത്ത് ജസ്റ്റ് ഒന്ന് കറക്കി കഴിഞ്ഞാൽ നമുക്കത് അഴിഞ്ഞു പോരും. വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നില്ല. കാരണം ആ അലങ്കിയ ബോൾട്ടിന് ചെറിയൊരു സ്റ്റെപ്പുണ്ട്. അത് ഇതിൽ കറക്റ്റായിട്ട് സൂട്ടാകുകയും അത് അഴിഞ്ഞു പോരുകയും ചെയ്യും. ഹബിൽ നിന്നും റിമ്മ് അഴിച്ചു മാറ്റിയിരിക്കുന്നു. നമുക്കിനി പ്ലേറ്റുകളോ കാര്യങ്ങളോ അഴിക്കുന്നതിന് മുമ്പ് തന്നെ മഡ് ഗാർഡൊന്ന് അഴിക്കാം. മഡ് ഗാർഡിന് 3 ബോൾട്ടുകളുണ്ട്, അല്ലെങ്കിൽ ബോൾട്ടുകളുണ്ട്, അത് അഴിക്കണം. അഴിച്ചതിന് ശേഷം നമുക്ക് കാലിപ്പറിൻ്റെ ആ 2 ബോൾട്ടുകൾ, ഫ്രണ്ട് കാലിപ്പറിൻ്റെ 2 ബോൾട്ടുകൾ, ഡിസ്ക് കാലിപ്പറിൻ്റെ 2 ബോൾട്ടുകൾ അഴിച്ചു മാറ്റാം. അതിനും ഉപയോഗിച്ചിരിക്കുന്ന അല്ലെങ്കിൽ 6mm തന്നെയാണ്. ജസ്റ്റ് നമുക്ക് ആ ഒരു സ്ലോട്ടിൽ നിന്ന് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റും. മഡ് ഗാർഡായിരുന്നു ഡിസർവ്, അതിൻ്റെ ആവശ്യമില്ല. മഡ് ഗാർഡ് അവിടെ ഇല്ലാത്തതുകൊണ്ട് കറക്റ്റായിട്ട് നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. അല്ലാതെ വീലോ ഡിസ്കോ ഒന്നും തന്നെ അഴിക്കേണ്ടതില്ല. ഞാൻ എടുത്തിരിക്കുന്നത് ഇത് ഒന്ന് അമർത്തി കൊടുക്കേണ്ടതുണ്ടല്ലോ, മറ്റു ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഞാൻ ഉപയോഗിക്കുന്നത് ഒരു എക്സ്റ്റേണൽ സർക്കിൾ പ്ലെയറാണ്. ജസ്റ്റ് ഒന്ന് അമർത്തിയാൽ തന്നെ അകത്തേക്ക് പോകും. എല്ലാ വണ്ടിക്കും ഞാനിത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. വളരെ എളുപ്പമാണ് ആ ഒരു വർക്ക്. ഇനി നമുക്ക് ഇതിൻ്റെ വീലൊന്ന് അഴിക്കാൻ വേണ്ടിയിട്ട്, നമ്മളുടെ ഈ വർക്കുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിലും വീൽ ബെയറിംഗ് ഒന്ന് ഗ്രീസ് ചെയ്യാം എന്നുള്ള വിചാരിച്ചു കൊണ്ടിട്ട് വീൽ അഴിക്കാൻ വേണ്ടിയിട്ട് പുള്ളറോ കാര്യങ്ങളൊന്നും ഉപയോഗിക്കാതെ തന്നെ ആക്സിലിൽ നിന്ന് എങ്ങനെ ഹബ്ബ് റിമൂവ് ചെയ്യാം എന്ന് നോക്കാം. ജസ്റ്റ് ഒരു ഹാമറിങ് മാത്രം കൊടുത്താൽ മതിയാവും. ഇടത്തെ കൈ കൊണ്ടൊന്ന് വലിച്ചു പിടിച്ചുകൊണ്ടിട്ട് ഹാമറിങ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് വീല് നമുക്ക് സുഖമായിട്ട് അഴിഞ്ഞു പോരും. അല്ലാതെ വലിയ ഒരു ക്ലാമ്പിംഗ് പ്ലെയറോ കാര്യങ്ങളൊന്നും തന്നെ ഉപയോഗിക്കേണ്ട. ഇതാണ് ആക്സിൽ, ഫ്രണ്ട് ആക്സിൽ. ആക്സിലിൻ്റെ നടുവിലൂടെ തന്നെ ഒരു 4mm ഒരു അലങ്കി ഓപ്പോസിറ്റ് ത്രെഡോട് കൂടിയതുണ്ട്. അത് ലൂസ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഗണ്ണിലൂടെ ഈ ആക്സിൽ അഴിച്ചെടുക്കാം. ആക്സിൽ മാറുകയോ തേയ്മാനം വരികയോ എല്ലാം ചെയ്യുമ്പോൾ നമുക്ക് അത്രയും കാര്യം. ഇതാണ് അതിൻ്റെ ആക്സിൽ. ഈ ആക്സിൽ നമുക്ക് നോർമൽ ത്രെഡ് തന്നെയാണ് ആക്സിൽ. ഇനി അതിലേക്ക് മോശമായ ബോൾട്ടുകളെല്ലാം മാറ്റിക്കൊണ്ട് ഫ്രണ്ട് സെറ്റ് ചെയ്തു. പാഡ് സെറ്റായി, ഓക്കെ ആയി. ഫ്രണ്ട് വീലെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് നാളെ ഫ്രണ്ട് ബോഡി പാനൽ അത് നമുക്ക് നാളെ അഴിക്കാം. ഓക്കെ, താങ്ക് യു ABCD.